ഹായ് ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവ് എന്ന സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതിയും നമ്മുടെ അതുപോലെ ഫ്രണ്ട് മീരയും കൂടി സംസാരിക്കുകയാണ്. അതായത് ചന്ദ്രമതിയെ കുപ്പിയിലിറക്കിയ കാര്യങ്ങളൊക്കെ പറയുകയാണ്. ചന്ദ്രമതിയോട് കള്ളം പറഞ്ഞ് പിടിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ ശ്രുതി. ഭാമയുടെ വീട്ടിൽ വെച്ചിട്ട് ചന്ദ്രമതിയെ കാണുന്ന സമയത്തിന് നമ്മുടെ ശ്രുതി ഭയങ്കര പണക്കാരിയാണ്. അച്ഛൻ രണ്ടാമത് കല്യാണം കഴിച്ച സ്ത്രീയുടെ കയ്യിൽ നിന്ന് ഒരുപാട് പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു, അമ്മ ചെറുപ്പത്തിലേ മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് സെൻറ്റി അടിച്ചിട്ടുള്ള ചില കള്ള സ്റ്റോറികളൊക്കെ നമ്മുടെ ഭാമയുടെ ചന്ദ്രമതിയുടെ മനസ്സിലേക്ക് കുത്തി നിറച്ച് വെച്ചിരിക്കുകയാണ് നമ്മുടെ ശ്രുതി. അതേപറ്റി ഇങ്ങനെ ചർച്ച ചെയ്യുന്ന സമയത്ത് നമ്മുടെ മീര വ്യക്തമായിട്ട് പറയുന്നുണ്ട്, വിവാഹത്തിന് ഇങ്ങനെ കള്ളം പറയേണ്ട ആവശ്യമൊന്നുമില്ല. ശ്രുതിയെ നിനക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ തമ്മിൽ തുറന്ന് സംസാരിച്ച് വിവാഹം മുന്നോട്ട് പോകുന്നതല്ലേ നല്ലത്, എന്തിനാ ഇങ്ങനെ ചന്ദ്രമതിയോട് ഇങ്ങനെ കള്ളമൊക്കെ പറയുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ശ്രുതി വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അത് ഞാൻ കുറച്ച് ദിവസത്തെ പരിചയമുള്ളെങ്കിലും ശ്രുതിയുമായിട്ടുള്ള ഇടപെടലിൽ നിന്ന് എനിക്ക് മനസ്സിലായതാണ്, ശ്രുതിയുടെ കൺട്രോൾ ചന്ദ്രമതിയുടെ കയ്യിലാണ്. അതുകൊണ്ട് ചന്ദ്രമതി ആണെങ്കിലുണ്ടല്ലോ പുളിങ്കമ്പ് നോക്കി പിടിക്കാനായിട്ട് നടക്കുകയാണ് മോന്. അപ്പോൾ ചന്ദ്രമതിയെ കയ്യിലെടുക്കാതെ ഒരു കാര്യവും നടക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത്. നീ നോക്കിക്കോ മീരെ, ഒരാഴ്ചയ്ക്കകം വെച്ചിട്ട് ചന്ദ്രമതി തലയും കുത്തി വീണ് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്ന് വിവാഹം ആലോചിക്കും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ എന്താ നിനക്ക് ഇത്ര ഉറപ്പ് എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ശ്രുതി പറയുകയാണ്, അത് നീ അല്ലെങ്കിൽ കണ്ടോ, അമ്മാതിരി പൊടികളാണ് ഞാൻ അങ്ങോട്ട് തൂശിയിരിക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ ലക്ഷ്മി പൂക്കടയിലേക്ക് പോകാനായിട്ട് റെഡിയായിട്ട് ഇങ്ങനെ ഇറങ്ങുകയാണ്. മക്കളെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് ഇറങ്ങാനായിട്ട് തുടങ്ങുമ്പോൾ ദേവ് പറയുകയാണ്, അമ്മ ഞാനും കൂടി പോരാം എന്നിങ്ങനെ പറയുകയാണ്. അമ്മ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാണ്? വേണ്ട നീയേ പഠിത്തം കളഞ്ഞിട്ട് ഒന്നിനും വരണ്ട, നീ നിൻ്റെ പാട് നോക്കി പോ ദേവു എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ദേവ് പറയണേ, എടാ ശരത്തെ എന്നാൽ ഒരു കാര്യം ചെയ്യ്, കുറച്ച് നേരം നീ അമ്മയുടെ പൂക്കടയിലേക്ക് പോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ശരത്ത് പറയണ, അത് നല്ല കാര്യം തന്നെ, ഞാനിപ്പോൾ അമ്മയുടെ കൂടെ പോയിട്ട് വേണം ഞാൻ ഇന്നും ലേറ്റായിട്ട് ചെല്ലാനായിട്ട് എന്ന് പറയുകയാണ്. അപ്പോൾ അമ്മ പറയണ, വേണ്ട നിങ്ങൾ രണ്ടുപേരും തർക്കിക്കേണ്ട, രണ്ടാളും വരണ്ട, രണ്ടുപേരും മര്യാദയ്ക്ക് പഠിക്കാൻ പോകും, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എനിക്കറിയാൻ നോക്കാനായിട്ട് എന്നിങ്ങനെ പറയുകയാണ് ലക്ഷ്മി. അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്തിന് സച്ചി വരെയാണ്. സച്ചി വരുമ്പോഴത്തേക്ക് സച്ചിയെ കാണുമ്പോൾ തന്നെ അവരെല്ലാവരും കൂടി ആകെ പരിഭ്രമിക്കുകയാണ്. അപ്പോൾ സച്ചി വന്ന ഉടനെ തന്നെ പറയുകയാണ്, ഞാൻ ഇങ്ങോട്ട് വരണമെന്ന് ഞാൻ വിചാരിച്ചതല്ല, എന്ന് വെച്ചാൽ അടുത്ത വീട്ടിലുള്ള വാടകക്കാരൻ്റെ കൂടെ വരില്ല, ഇനി ആ വീട്ടിൽ കയറില്ല എന്നൊക്കെ വാക്ക് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് സച്ചി പറയുകയാണ്, ഞാൻ ഈ വീട്ടിലോട്ട് വരണമെന്നൊന്നും വിചാരിച്ചതല്ല, പക്ഷെ വരാതിരിക്കാൻ നിവർത്തിയില്ല. ഞാൻ എൻ്റെ കഷ്ടകാലത്തിന് നിങ്ങൾ തന്ന ആ മാലയുണ്ടല്ലോ, അതെടുത്തൊന്ന് പണയം വെച്ചു, ഒരത്യാവശ്യത്തിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. അതിൻ്റെ പേരിൽ ഞാൻ ഇനി അനുഭവിക്കാനുള്ള നാണക്കേട് ഇനി ഒന്നും വെച്ചിട്ടില്ല. നിങ്ങളെ മോളുണ്ടല്ലോ നടു റോഡിൽ വീട്ടിൻ്റെ മുറ്റത്ത് വെച്ച് നാട്ടുകാർ കേൾക്കുകയാണ് എന്നെ വിചാരണ ചെയ്തത്. ഇതേ കൂടുതൽ നാണക്കേട് എനിക്കോ എൻ്റെ വീട്ടുകാർക്കോ വരാൻ വേണ്ടിയിട്ടില്ല. അതുമാത്രമല്ല എൻ്റെ അച്ഛൻ നിന്ന് ഒരുകിയത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അതുകൊണ്ട് ഈ മാലയും ഞാനുമായിട്ട് ഇനി ഒരു ബന്ധമില്ല, ഇത് തിരികെ തരാനായിട്ട് വന്നതാണെന്ന് പറയുകയാണ്. അപ്പോൾ ലക്ഷ്മി പറയുകയാണ്, എന്താ മോനെ ഇങ്ങനെയൊക്കെ പറയുന്നത്, എൻ്റെ മോൻ ഇവിടെ വന്ന് ഇരിക്ക്, അമ്മ ചായ ഇട്ട് തരാം. വേണ്ട ഞാൻ അതിന് വേണ്ടിയിട്ടൊന്നുമല്ല വന്നത്. എൻ്റെ മോനെ, ഇത് ഞങ്ങൾ സ്നേഹത്തോടെ നിനക്ക് തന്നതല്ലേ, അത് പിന്നെ രേവതി എന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല. അല്ലെങ്കിലും രേവതിക്ക് ഇത്തിരി കൂടുതലാണ്, അവൾക്ക് അല്ലെങ്കിൽ തന്നെ ഈ ഒരു മാലയുടെ കാര്യത്തിൽ അവൾക്ക് ഇടപെടേണ്ട എന്ത് കാര്യമുള്ളത്, അവൾക്കിതിൽ എന്താ അവകാശം എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ സച്ചി പറയണം, ഞാനും ആദ്യം അങ്ങനെയൊക്കെ തന്നെയാണ് കരുതിയത്, എൻ്റേതാണെന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്, ഒരത്യാവശ്യം വന്നപ്പോൾ ചെയ്യേണ്ടി വന്നു. പക്ഷേ അതിൻ്റെ പേരിലുണ്ടല്ലോ വീട്ടിലുണ്ടാവാനുള്ള ഭൂകമ്പം ഇനി ബാക്കി വെച്ചിട്ടില്ല. അവളുണ്ടല്ലോ എന്നെ തറയിൽ നിർത്തിയിട്ടില്ല, എൻ്റെ തല തിന്നുക ഈ നേരം വരെ, അതുകൊണ്ടാണ് ഞാനിത് പെട്ടെന്ന് എന്നെ എടുത്തുകൊണ്ട് ഇങ്ങ് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞിട്ട് മാല എടുത്തിട്ട് ദേവുവിൻ്റെ നേർക്ക് വെച്ച് നീട്ടുകയാണ്. എന്നിട്ട് സച്ചി പറയണം, അന്ന് നിങ്ങൾ സ്നേഹത്തോടു കൂടി ഈ മാല തന്നപ്പോൾ നിങ്ങളുടെ സന്തോഷത്തെ കണ്ടിട്ടാണ് ഞാൻ ആ മാല വാങ്ങിച്ചത്. അപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇത് ദേവുവിന് വേണ്ടിയിട്ട് ദേവുവിൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരും കേട്ടില്ല. ഇന്നിപ്പോൾ ഞാനിത് ഇവിടെ തരാനായിട്ട് വന്നതാണ്, ഇത് ദേവുവിൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ദേവുവിൻ്റെ കൈക്ക് പിടിച്ചിട്ട് ആ മാല കൈവെള്ളയിൽ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ആവുന്ന കണക്ക് ലക്ഷ്മി മക്കളും പറയുകയാണ്, മോനെ അങ്ങനെ ചെയ്യേണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറയാണ്, വേണ്ടമ്മേ, ഈ സ്വർണത്തിൻ്റെ പേരിൽ ഞാൻ ഇനി അനുഭവിക്കാൻ ഇനിയൊന്നും വെച്ചിട്ടില്ല. അത് മാത്രമല്ല മറ്റുള്ളവരുടെ കണ്ണിൽ ഭാര്യ വീട്ടുകാർ തന്ന മുതൽ പണയം വെച്ച് കള്ളു കുടിച്ചെന്നുള്ള ചീത്തപ്പേര് വരെ എനിക്ക് കേൾക്കേണ്ടി വന്നു. അതുകൊണ്ട് ഇത് ഇനി എൻ്റെ കയ്യിലിരിക്കാത്തതാണ് നല്ലത് എന്ന് പറഞ്ഞിട്ട് അത് കൊടുത്തിട്ട് സച്ചി തിരികെ പോവുകയാണ്.
സച്ചി തിരികെ പോവുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ശരത്തും അത് കണക്ക് തന്നെ ശരത്ത് പറയുകയാണ്, ഈ ചേച്ചി ഇത് എന്ത് ഭാവിച്ചാണ് മുന്നോട്ട് പോകുന്നത്? നമ്മളൊക്കെ എത്ര പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും ചേച്ചിയുടെ തലയിലോട്ട് കയറില്ല. ഇപ്പം ചേച്ചിക്ക് എന്തായാലും തൃപ്തിയായി കാണല്ലോ. പുന്നാര മോളെ വിളിച്ച് പറഞ്ഞേക്ക് സച്ചിയുടെ മാല തിരിച്ചു കൊണ്ട് തന്നു എന്ന് പറഞ്ഞിട്ട് ശരത്ത് അകത്തേക്ക് കയറി പോവുകയാണ്. അപ്പോൾ ലക്ഷ്മി പറയാണ്, രേവതിക്ക് അല്ലെങ്കിൽ ഇത്തിരി മുൻചുണ്ടി കൂടുതലാണ്, നോക്കിക്കോ രേവതിക്ക്. അപ്പോഴത്തേക്ക് ഉടനെ നമ്മുടെ ദേവ് പറയണം, അമ്മേ അത് ചേച്ചിയെ തീർത്തും തെറ്റു പറയാൻ പറ്റില്ല. പക്ഷേ ചേച്ചി കരുതിയത് ചേട്ടൻ ഇത് പണയം വെച്ച് പാർട്ടി നടത്തുകയും കള്ളു കുടിക്കുകയും ഒക്കെ ചെയ്തു എന്നാണ്. അതിൻ്റെ പേരിലാണ് ചേച്ചി അവിടെ വഴക്കുണ്ടാക്കിയത്. അല്ലെങ്കിൽ സച്ചേട്ടനും ചേച്ചിയോട് തുറന്നു പറയായിരുന്നു കാര്യം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ അമ്മ പറയുകയാണ്, അങ്ങനെയല്ല ദേവു, സച്ചിമോനെ കുറ്റം പറയാൻ പറ്റില്ല. ഒന്നാമത് കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര ദിവസം മാത്രമേ ആയുള്ളൂ. അപ്പോൾ ഇവിടുന്ന് തന്ന സ്വർണം കൊണ്ടുവന്ന് രേവതിയോട് പണയം വയ്ക്കുന്നു എന്ന് പറയാൻ സച്ചിക്കും സച്ചിയുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാണും. അത് അവൾ മനസ്സിലാക്കണ്ടേ? അല്ലെങ്കിൽ തന്നെ ഇത് നമ്മൾ സ്നേഹത്തോട് സച്ചിക്ക് കൊടുത്തതല്ലേ. അത് വിറ്റാലും പണയം വെച്ചാലും ഇനി എന്ത് ചെയ്താലും അവൾക്ക് എന്താ ഛേദം എന്ന് പറയുകയാണ് നമ്മുടെ ലക്ഷ്മി. അതേസമയത്ത് നമ്മുടെ അച്ഛൻ പത്രം വായിക്കുകയാണ്. നമ്മുടെ രേവതി ആണെങ്കിലുണ്ടല്ലോ, നമ്മുടെ സുദർശനം നമ്മുടെ അശോകൻ പറഞ്ഞ കാര്യമൊക്കെ മനസ്സിൽ വെച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ അച്ഛന് ചായ കൊണ്ട് കൊടുക്കുകയാണ് നമ്മുടെ രേവതി. എന്നിട്ട് അവിടെ ഇങ്ങനെ താറി നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് അച്ഛൻ ചോദിക്കുകയാണ്, എന്താ മോളെ, എന്തോ നിനക്ക് പറയാനുണ്ടെന്ന് തോന്നുന്നല്ലോ. അച്ഛ, അത് ഞാനിന്ന് വീട്ടിൽ നിന്ന് വരുന്ന വഴിക്ക് അശോകനങ്ങളിനെ കണ്ടിരുന്നു. അപ്പോഴാണ് അറിഞ്ഞത് ആ മാലയുടെ പേരിൽ നമ്മൾ സംസാരിച്ചതൊക്കെ വെറുതെ ആയിന്ന്, വെറുതെ അദ്ദേഹത്തോട് വഴക്ക് കൂടിയെന്ന് എനിക്ക് മനസ്സിലായി. അച്ഛൻ എന്നോട് പൊറുക്കണം. ആ മാലയുടെ പേരിൽ ഞാൻ ഒത്തിരി അദ്ദേഹത്തെ വേദനിപ്പിച്ചു, അച്ഛനെയും വേദനിപ്പിച്ചു എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഒന്നും മനസ്സിലാവാണ്ട് ഇങ്ങനെ രവീന്ദ്രൻ ഇരിക്കുകയാണ്. അപ്പോൾ രേവതി പറയുകയാണ്, ഞാൻ അശോകനങ്കിളിനെ കണ്ടപ്പോൾ അങ്കിൾ പറഞ്ഞു ബിന്ദു ആൻറ്റിയുടെ സർജറിക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ആ മാല പണയം വെച്ചതെന്ന്. അപ്പോൾ ഉടനെ അങ്ങ് ഞെട്ടിപ്പോവുകയാണ് നമ്മുടെ രവീന്ദ്രൻ. അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ്, എങ്കിൽ പിന്നെ എന്താ ഇത് സച്ചിക്ക് തുറന്നു പറയാൻ പാടില്ലായിരുന്നു? ഇവൻ എന്തിനാ ഇതൊക്കെ പറയാതെ ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങൾ അത്രയും ഉണ്ടായത്. അവൻ്റെ കയ്യിലും ഉണ്ട് തെറ്റ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ രേവതി പറയാണ്, എനിക്കറിയില്ലായിരുന്നു വെച്ചാൽ, അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒന്നും പറയില്ലായിരുന്നു, ഞാൻ സന്തോഷത്തോടു കൂടി കൊടുക്കാനേ പറയത്തുള്ളായിരുന്നു എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ രവീന്ദ്രൻ പറയണം, പോട്ടെ മോളെ, ഇനി അതൊന്നും ഓർത്ത് മോള് വിഷമിച്ചിട്ട് കാര്യമില്ല, മോള് ചെല്ല് എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ രേവതി നേരെ അടുക്കളയിലേക്ക് പോവുകയാണ്. അങ്ങനെ അടുക്കളയിൽ ഇരുന്ന് പച്ചക്കറി കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അമ്മയുടെ കോള് വരികയാണ്. അപ്പോൾ അമ്മയുടെ കോള് വരുമ്പോഴത്തേക്ക് ചോദിക്കുകയാണ്, അമ്മേ എന്താ അമ്മേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അമ്മ പറയണം, കൊള്ളാൻ രേവതി, നിനക്കിപ്പോൾ തൃപ്തിയായി കാണുമല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ചോദിക്കണം, എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? രേവതി, നീ ആ മാലയുടെ പേരിൽ അവിടെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയത്. നാട്ടുകാരുടെ മുന്നിൽ വെച്ച് പോലും നീ സച്ചിയെ നാണം കെടുത്തി സംസാരിച്ചില്ലേ? ആ അച്ഛൻ്റെ മുഖത്ത് നോക്കി ആ അച്ഛൻ നിൽക്കുന്ന സമയത്തൊക്കെ നീ എന്തൊക്കെയാണ് വിളിച്ച് പറഞ്ഞത് രേവതി? ദേ, നിന്റെ നെഞ്ചിലെ കല്ലടങ്ങിക്കോ. സച്ചി ദേ മാല തിരികെ എടുത്തുകൊണ്ട് തന്നിട്ടുണ്ട്. മാല അമ്മേരെ കൊണ്ട് തന്നു? പിന്നെ അല്ലാതെ. അത് അമ്മേ, ഞാൻ ഇപ്പോഴാണ് അറിയുന്നതമ്മേ, അദ്ദേഹം മാല നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് പണയം വെച്ചത്. എന്നിട്ട് രേവതി ആ കാര്യമൊക്കെ പറയുകയാണ്. ഈ പണയം വെച്ച സാഹചര്യവും കാര്യങ്ങളെല്ലാം രേവതി അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അമ്മ പറയുകയാണ്, ഇപ്പം നിനക്ക് തൃപ്തിയായല്ലോ, അല്ലെങ്കിൽ നിൻ്റെ എടുത്തുചാട്ടത്തിൽ കുറയ്ക്കണം രേവതി. നല്ലൊരു ജീവിതം കിട്ടിയിട്ട് അത് ആലസിപ്പിച്ച് കളയരുത് നീ. സച്ചിയെ മനസ്സിലാക്കാൻ ശ്രമിക്കും നീ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ വഴക്ക് പറയുകയാണ്. അതിനുശേഷം അമ്മ ഫോൺ വയ്ക്കുകയാണ്. അപ്പോൾ രേവതിക്ക് വിഷമം തോന്നുകയാണ്. അങ്ങനെ അതേ സമയത്ത് നമ്മുടെ രേവതി മുറിയിൽ ഇങ്ങനെ ബെഡ്ഷീറ്റൊക്കെ മടക്കി വയ്ക്കുകയാണ്. അപ്പോൾ നമ്മുടെ സച്ചി വരികയാണ്. സച്ചി വരുമ്പോഴത്തേക്ക് രേവതി ഇങ്ങനെ സച്ചിയുടെ അടുത്ത് ഇങ്ങനെ താറി ചെല്ലുകയാണ്. എന്നിട്ട് രേവതി പറയുകയാണ്, അത് വീട്ടിൽ പോയ കാര്യം ഞാൻ അറിഞ്ഞു എന്നിങ്ങനെ പറയുമ്പോൾ സച്ചി പറയണം, അതൊക്കെ വിളിച്ചറിയിച്ചു അല്ലേ, ഇപ്പം എന്തായാലും നിനക്ക് സമാധാനമായിട്ടുണ്ടല്ലോ, നിൻ്റെ സ്വർണ്ണം ഞാൻ നശിപ്പിച്ചിട്ടില്ല, ഞാനത് എത്തിക്കേണ്ടടുത്ത് തന്നെ എത്തിച്ചു എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ രേവതി പറയണം, അത് എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞു. നീ അറിഞ്ഞെന്നുള്ള കാര്യം എനിക്കറിയാമല്ലോ, ഇപ്പം നിനക്കെന്തായാലും സമാധാനമായി കാണുമല്ലോ. അതല്ല, ഞാൻ പറയാൻ വരുന്നത് ഒന്ന് പറഞ്ഞോട്ടെ, നീ ഇപ്പോൾ ഒന്നും പറയണ്ട, നീ പറഞ്ഞെടുത്തോളം മതി. എത്ര ദിവസമായി നീ എൻ്റെ തല തിന്നാനായിട്ട് തുടങ്ങിയിട്ട് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ രേവതി പറയാണ്, അതിനെല്ലാം കാരണം നിങ്ങളല്ലേ, നിങ്ങൾക്ക് എന്താ എല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ മറച്ചു വയ്ക്കുന്നത്? ഞാൻ ഇന്നാണ് അറിഞ്ഞത്, വീട്ടിൽ പോയിട്ട് മടങ്ങി വന്നപ്പോഴാണ് അശോകൻ അങ്കിളിനെ വഴിയിൽ വെച്ച് കണ്ടപ്പോഴത്തേക്ക് ആ അങ്കിളിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പണയം വെച്ച് പൈസ കൊടുത്തതെന്നുള്ള കാര്യം ഞാൻ അറിയുന്നത്. അതറിഞ്ഞപ്പോൾ എനിക്ക് എത്ര വിഷമമായി എന്നറിയാമോ? ഞാനത് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ ഒന്നും പറയില്ലായിരുന്നു. നിങ്ങൾക്ക് സത്യം പറഞ്ഞുകൂടായിരുന്നോ എൻ്റെ അടുത്ത്? സത്യം പറയാൻ കണ്ട മുതൽ. എടി, നിൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരെണ്ണം പറയാൻ വരുമ്പോഴത്തേക്കുണ്ടല്ലോ നീ ഇങ്ങനെ വളവളവളാന്നിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതല്ലാതെ നീ ഒന്ന് സ്റ്റോപ്പ് ചെയ്താലല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ രേവതി പറയുകയാണ്, എല്ലാം എന്തായാലും
എൻ്റെ തെറ്റ് തന്നെയാണ്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇത് സോറി പറയാൻ വേണ്ടി വന്നതെന്ന് പറയുമ്പോൾ സച്ചി പറയണേ, ഇനി നീ കൂടുതലൊന്നും പറയുമൊന്നും വേണ്ട, നീ നിൻ്റെ പാട്ടിന് പോയേ. നീ എന്നെ ഇത്രയും ദിവസം ഉണ്ടല്ലോ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് തന്നെ നീ എന്നെ നാണം കെടുത്തി. ഭാര്യ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന മുതൽ പണയം വെച്ചും വിറ്റും കള്ളു കുടിച്ചവനെന്നുള്ള പേരുദോഷവും കൂടി നീ എനിക്ക് നേടിത്തന്നു എന്നിങ്ങനെ പറയുകയാണ്. അത് എല്ലാ കാര്യങ്ങളും അച്ഛനോട് തുറന്നു പറയണ്ടേ എന്നിങ്ങനെ തുറന്നു പറയണം എന്നിങ്ങനെ തുറന്നു പറഞ്ഞു എന്ന് പറയാനായിട്ട് വരുമ്പോൾ സച്ചി പറയണം, അച്ഛനെ ഒരു കാര്യം അറിയിക്കേണ്ട, അല്ലെങ്കിലും പേരുദോഷം സച്ചിയുടെ കൂടപ്പിറപ്പ് തന്നെയാണ്, അതിനി തിരുത്തി പറയാനൊന്നും നീ നിൽക്കണ്ട. അത് ഞാൻ പറഞ്ഞെന്നോ? നിന്നോട് ആരാ പറഞ്ഞത് പറയാൻ? അത് ഞാൻ പറഞ്ഞപ്പോൾ അച്ഛന് സന്തോഷമാവുക ചെയ്തത്. സന്തോഷം? നിനക്ക് എന്തറിയാം എൻ്റെ അച്ഛന് സങ്കടമാണ് ആയിട്ടുള്ളത്. അച്ഛന് സഹായിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വിഷമം അച്ഛന് മനസ്സിൽ നല്ലതുപോലെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ നിൻ്റെ വീട്ടിൽ നിന്ന് തന്ന സ്വർണം പണയപ്പെടുത്തി അശോകനങ്കിളിനെ കൊണ്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ അച്ഛൻ സന്തോഷിക്കത്തൊന്നുമില്ല, അച്ഛൻ്റെ മനസ്സ് തേങ്ങും. കാരണം ഭാര്യ വീട്ടിൽ നിന്ന് കൊണ്ടു തന്ന സ്വർണത്തിലാണല്ലോ അദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് പണയം വെച്ചു എന്നുള്ള വേദന അച്ഛൻ്റെ മനസ്സിലുണ്ടാക്കും. രേവതി, നീ ഒരു കാര്യം മനസ്സിലാക്കണം. എൻ്റെ അച്ഛനെ എനിക്ക് വേദനിപ്പിക്കുന്ന ഇഷ്ടമല്ല. അച്ഛന് വേദനിപ്പിക്കുന്ന ഒരു കാര്യങ്ങളും നീ പ്രവർത്തിക്കരുത്. ദയവ് ചെയ്ത് നീ എടുത്തു ചാടി എൻ്റെ അച്ഛനെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യങ്ങളും പ്രവർത്തിക്കുകയും പറയുകയൊന്നും ചെയ്യലെന്ന് ഇങ്ങനെ സച്ചി പറയണം. അതിനുശേഷം സച്ചി പറയണം, ഇനി ഒരു ജന്മമുണ്ടെങ്കിൽ, എത്ര ജന്മം ഉണ്ടെങ്കിലും എനിക്ക് എൻ്റെ അച്ഛൻ്റെ മകനായിട്ട് ജനിക്കാനാണ് എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹം. എൻ്റെ അച്ഛൻ്റെ കണ്ണ് നിറയുന്നതൊന്നും ഇവിടെ നടക്കാൻ എനിക്കിഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനെ പറ്റി കുറേ കാര്യങ്ങളിങ്ങനെ പറയുകയാണ് സച്ചി. അത് കേട്ടുകൊണ്ട് നമ്മുടെ രവീന്ദ്രൻ വന്നിട്ട് ഇങ്ങനെ മിണ്ടാണ്ട് മാറി നിൽക്കുകയാണ്. രവീന്ദ്രന് കരച്ചിലൊക്കെ വരികയാണ്. അത്രയ്ക്ക് മേൽ പറയുകയാണ്, സച്ചി എൻ്റെ അച്ഛൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്, എന്നെ സ്നേഹിച്ചാണ് വളർത്തിയത്, എന്നെ ഒന്ന് ഈർക്കിലെടുത്ത് നുള്ളി നോവിച്ചിട്ട് കൂടിയില്ല, എന്നെ മനസ്സിലാക്കുന്ന ഒരേ ഒരാൾ ഈ ഭൂമുഖത്ത് എൻ്റെ അച്ഛൻ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുകയാണ്. സച്ചി പറയുന്നതും കേട്ടിട്ട് രവീന്ദ്രൻ ഇങ്ങനെ മാറി നിന്ന് സങ്കടപ്പെടുകയാണ്. അതേ സമയത്ത് അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുമ്പോൾ സച്ചിക്കൊരു ഓട്ടം വരികയാണ്. അങ്ങനെ സച്ചി പറയുകയാണ്, ഇപ്പോൾ വരാം സാർ എന്ന് പറഞ്ഞിട്ട് സച്ചി പോകാനായിട്ട് ഇറങ്ങുമ്പോൾ രേവതി ചോദിക്കുകയാണ്, ഇപ്പോൾ അങ്ങോട്ട് വന്ന് കയറിയതല്ലേ ഉള്ളൂ, ഉടനെ എങ്ങോട്ട് പോകാനാണ് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ സച്ചി പറയണം, വന്നു കയറിയതിനെ പറ്റിയൊന്നും പറയണ്ട, അതെ ഒരാവശ്യം വന്നാലേ പെട്ടെന്നൊന്ന് പണയം വയ്ക്കാൻ കാലണയോ അത് കണക്ക് ഒരു തരി പൊന്നോ കയ്യിലില്ലാത്തവനുണ്ടല്ലോ, പാതിരാത്രിയിൽ നിന്നില്ല, കൊച്ചുളുപ്പാൻ കാലത്ത് നിന്നില്ല, ഇതേ കണക്ക് കഷ്ടപ്പെട്ട് ജോലി ചെയ്യേണ്ടി വരും എന്ന് ഒരു വാക്ക് പറഞ്ഞിട്ട് സച്ചി ഇറങ്ങി പോവുകയാണ്. അത് രേവതിക്ക് വിഷമം ഉണ്ടാവുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് രാവിലെ നമ്മുടെ രവി വന്നിട്ട് രേവതിയോട് പറയണം, മോളെ ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അങ്ങനെ രവി ചെന്നിട്ട് നോക്കുമ്പോഴത്തേക്ക് കുറച്ച് വേറെ വീട്ടിൽ നിന്ന് കുറച്ച് മാറി വേറൊരു സ്ഥലത്തായിട്ട് സച്ചി വണ്ടി ഒതുക്കിയിരിക്കുകയാണ്. എന്നിട്ട് അതിനകത്ത് കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ ചെന്നിട്ട് രവീന്ദ്രൻ തട്ടി വിളിക്കുമ്പോൾ സച്ചി എഴുന്നേൽക്കുകയാണ്. എന്താ അച്ഛനെന്താ ഇവിടെ? അല്ല മോനെ, നീ ഇന്നലെ രാത്രി എന്താ വീട്ടിലേക്ക് വരാഞ്ഞത്? അത് അച്ഛാ, ഞാൻ വന്നപ്പോൾ താമസിച്ചു, അപ്പോൾ ആരെയും ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതിയിട്ട് ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങിയതാണെന്ന് പറയുകയാണ്. അപ്പോൾ രവീന്ദ്രൻ പറയണം, മോനെ ഇനി പഴയത് കണക്ക് എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങി ഇരിക്കുകയൊന്നും ചെയ്താൽ പറ്റില്ല, നേരത്തും കാലത്തും ഒക്കെ വീട്ടിൽ വരണം, നീ ഇപ്പോൾ ഒരു ഗൃഹസ്ഥനാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ അപ്പോൾ സച്ചി പറയണം, ഇനി വന്നാലും മതി, ഇതേ അവളെ വായിരിക്കുന്ന മുഴുവനും കേൾക്കാൻ വേണ്ടിയിട്ടല്ലേ അച്ഛൻ ഈ പറയുന്നത്. എടാ രേവതി പാവോടാ, അത് നിനക്ക് അവളുടെ മനസ്സിൻ്റെ നന്മ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ നീ നോക്കിക്കോ, നീ ഈ മാല പണയം വെച്ചത് ഇന്ന കാര്യത്തിനാണെന്ന് അറിഞ്ഞപ്പോൾ അവൾ ഒരു അക്ഷരം പ്രതികരിച്ചോ എന്നിങ്ങനെ ചോദിക്കണം. അവളത് നല്ലതായി എന്നല്ലേ പറഞ്ഞത്, അപ്പോൾ നിൻ്റെ കയ്യിലല്ലേ ഇടാ തെറ്റ്? നീ പണയം വെച്ച് കള്ളു കുടിച്ചു എന്ന് കരുതിയിട്ട മോൾ അങ്ങനെയൊക്കെ പറഞ്ഞത്, നീ സത്യം പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു എന്ന് പറയുകയാണ്. സാരമില്ല അച്ഛാ, അത് പോട്ടെ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക് രവീന്ദ്രൻ ഇങ്ങനെ മകനെ തട്ടിയിട്ട് പറയണം, മോൻ എന്തിനാടാ എന്നെ ഇങ്ങനെ ഇത്രയേറെ സ്നേഹിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അതെന്താ വെച്ചാൽ ഇങ്ങനെ പറയുന്നത്, എടാ ഈ ഭൂമുഖത്ത് നീ എന്നെ സ്നേഹിക്കുന്നതും മനസ്സിലാക്കുന്നതും പോലെ മറ്റാരുമില്ല, അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഇത്രയേറെ സ്നേഹിക്കുന്നത്. എനിക്ക് അടുത്ത ജന്മവും നീ തന്നെ എൻ്റെ മകനായിട്ട് ജനിക്കണമെന്ന് തന്നെ എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് രവീന്ദ്രൻ്റെ കണ്ണ് നിറയുകയാണ്. അപ്പോൾ സച്ചി ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് അച്ഛനെ. അങ്ങനെ അവർ അച്ഛനും മോനും കൂടി കുറച്ച് സമയം ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. അതിനുശേഷം സച്ചി പറയണം, അച്ഛാ ഇവിടെ നിൽക്കേണ്ട, നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറയുകയാണ്. അങ്ങനെ വീട്ടിൽ ചെല്ലുന്നു. പിന്നീട് കാണിക്കുന്നത് ഫുഡ് വിളമ്പി കൊടുക്കുകയാണ്, ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകയാണ് നമ്മുടെ സച്ചിക്കും അച്ഛനും കൂടി രേവതി. അപ്പോൾ ഇത് കണ്ടിട്ട് ചന്ദ്രമതി ഇറങ്ങി വരികയാണ്. ഇത് കാണുമ്പോൾ ചന്ദ്രമതിക്ക് തീരെ സഹിക്കുന്നില്ല. ചന്ദ്രമതി പറയണം, ആഹാ കൊള്ളാലോ, എന്താ ഈ വീട്ടിലെന്താ നിങ്ങൾ രണ്ടുപേര് മാത്രമേ ഉള്ളൂ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ സച്ചി പറയണം, അമ്മയ്ക്ക് തിമിരത്തിന് ഡോക്ടറെ കാണിച്ചിട്ട് പെട്ടെന്ന് കണ്ണാടി വെക്കുകയെ സർജറി നടത്തുകയൊക്കെ ചെയ്യേണ്ട സമയം കഴിഞ്ഞു, അല്ലെങ്കിൽ ഇതേ ഈ നിൽക്കുന്നത് രേവതി എന്താ നിങ്ങൾക്ക് കണ്ണിൽ കാണാൻ പറ്റുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ചന്ദ്രമതിക്ക് കൂടുതൽ ദേഷ്യം വരികയാണ്. അല്ല ഇത്രയും നേരമായിട്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ നേരത്ത് എന്നെ വിളിച്ചോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ രവീന്ദ്രൻ ചോദിക്കുകയാണ്,
നിന്നെ എന്തിനാ ചന്ദ്രയെ വിളിക്കുന്നത്? ഇവിടെ എല്ലാം രേവതി മോള് വച്ചുണ്ടാക്കി വെച്ചിരിക്കുകയല്ലേ, നിനക്കെന്താ വന്ന് എടുത്ത് കഴിച്ചുകൂടെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ ചന്ദ്രമതി പറയണം, ഓ അല്ലെങ്കിലും ഞാൻ വലിഞ്ഞേറി വന്ന് കഴിക്കണമല്ലോ, അതാണല്ലോ ഇപ്പോഴത്തെ ഇവിടുത്തെ രീതിയൊക്കെ എന്നിങ്ങനെ ചോദിക്കണം. അല്ല നിങ്ങൾ 3 പേര് മാത്രം അല്ലല്ലോ, സുധിയെ എന്താ ആഹാരം കഴിക്കാൻ വിളിക്കാത്തത് എന്ന് പറഞ്ഞിട്ട് രേവതി എങ്ങനെ നോക്കിയിട്ട് ചോദിക്കണം, നീ എന്താ സുധിയെ ആഹാരം കഴിക്കാൻ വിളിക്കാഞ്ഞത് എന്ന് ചോദിക്കുകയാണ്. രേവതിക്ക് അത് ഒട്ടും സുഖിച്ചില്ല. രേവതി മൈൻഡ് ചെയ്യാതെ നിൽക്കുകയാണ്. അപ്പോൾ അതിന് മറുപടി പറയുന്നത് സച്ചിയാണ്. ഓ പിന്നെ ചെന്ന് വിളിച്ചല്ലേ പറ്റുള്ളൂ, അതിനായിട്ടേ ഇവിടെ ഒരാളെ പ്രത്യേകം ഞാൻ നിയമിച്ചിട്ടുണ്ട്. ഇത്തിരി കഴിയുമ്പോൾ അങ്ങേര് പോയി പല്ലക്കും കൊണ്ടുവന്ന് പൊന്നു മോനെ ഇവിടെ കൊണ്ടുവന്ന് ആഹാരം വിളമ്പി വായിൽ വെച്ച് കൊടുക്കും കേട്ടോ എന്നിങ്ങനെ പറയുകയാണ്. അത് ചന്ദ്രമതിക്ക് ഒട്ടും സുഖിക്കാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് കഴിയുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്തേക്കണം. അപ്പോഴായിരിക്കും ഞാനിടുന്ന വീഡിയോകൾ അപ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നത്. അതുമാത്രമല്ല, വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ചെയ്തേക്കണം. ഇന്നത്തെ ഈ വീഡിയോ കുറച്ച് നീണ്ടുപോയി, അതിന് ഒത്തിരി സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ പറയാനായിട്ട്, അതുകൊണ്ടാണ്. അതുമാത്രമല്ല, ഇന്നലത്തെ വീഡിയോയിൽ ഇതുപോലെ ഈ ചെമ്പനീർ പൂവിൻ്റെ റിവ്യൂ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഭയങ്കര മഴയായിരുന്നു. മഴയും പെശരെന്ന് വെച്ചാൽ കാറ്റാണ്, നമ്മളങ്ങനെയൊക്കെയാണ് പറയുന്നത്, മഴ സമയത്തുണ്ടാകുന്ന കാറ്റിനെ. അതുകൊണ്ട് ഭയങ്കര ക്ലിയറൊന്നും ഉണ്ടായിരുന്നില്ല വീഡിയോയ്ക്ക്. അതെല്ലാവരും ക്ഷമിക്കുക. മഴ സമയമൊക്കെ ആകുമ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും